ഞാൻ ഈ മെഡിക്കൽ സ്ക്രൈബിങ് ആ ഒരു പ്രൊഫഷനിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ടീച്ചർ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയതുകൊണ്ട് ജോബ് കിട്ടാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവുമോ? ഒന്ന് ഒരു സജഷനോ ഒപ്പീനിയൻ കാര്യങ്ങളൊന്ന് പറയാമോ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു Q&A വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോയുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഞാനൊരു 3-4 മാസമായിട്ട് വെറും വ്ളോഗും അതുപോലെ ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെ പാർട്ട് തന്നെയാണ് എൻ്റെ ജോബും പഠിത്തവും കാര്യങ്ങളും എല്ലാം. ഞാൻ വർക്ക് റുട്ടീൻ വീഡിയോസ് ചെയ്യുമ്പം അതിന് കുറച്ചധികം വ്യൂസും കുറച്ചധികം കമൻറ്റും കുറച്ചധികം ലൈക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയാനുള്ളൊരു ആക്രാന്ത് അതുകൊണ്ടായിരിക്കും മേ ബി. അപ്പോൾ ഇതൊക്കെ കൂടെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. സോ ഈ വീഡിയോയിൽ അധികം വാചകം അടിക്കേണ്ട, നമുക്ക് നേരെ മാറ്ററിലോട്ട് കിടക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹായ് ലാഡ്, താങ്ക് യു ഫോർ ദിസ് വീഡിയോ. യു ആർ വെൽക്കം. ഐ ആം ആസ്പയറിംഗ് ടു ബിക്കം എ സ്ക്രൈബ്. Please can you share whether keyboard skills are enough in taking the notes dictated by the doctor, or do we need to learn shorthand skills to take notes before and then type out later? That would be really helpful, kiddo. Your video is amazing. Your dog is gorgeous. Beautiful family. I like so much your mini office setup. A reply would be greatly appreciated. വളരെയധികം താങ്ക്സ്. ബ്യൂട്ടിഫുൾ ഫാമിലി എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഫാമിലിയെ. താങ്ക് യു. അപ്പോൾ എന്തായാലും പുള്ളി ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീബോർഡ് സ്കിൽസ് മതിയോ എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഈ ലിസണിങ് സ്കിൽസും അതുപോലെ തന്നെ മെഡിക്കൽ ടെർമിനോളജീസിലൊക്കെ ഉള്ള നോളജ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടൈപ്പിംഗ് സ്പീഡ് പോലുള്ള കാര്യങ്ങൾ. അപ്പം നല്ല ടൈപ്പിംഗ് സ്പീഡുള്ള അത് കേട്ടിട്ട് അതുപോലെ ടൈപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരാൾക്ക് ഷോർട്ട് ഹാൻഡ് എടുക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ ആദ്യമൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഷോർട്ട് ഹാൻഡ് നോട്ട്സ് എടുത്തിട്ട് പിന്നെയാണ് നമ്മൾ അത് എലാബറേറ്റ് ചെയ്തിട്ട് ഒരു ചാർട്ടാക്കി മാറ്റുക ഫസ്റ്റ്. ഇപ്പം ഫിസിക്കൽ എക്സാമിന്റെ കേസ് ആണെങ്കിലും നമ്മുടെ മെയിൻ കേസ് ഹിസ്റ്ററിയുടെ പാർട്ടിലാണെങ്കിലും നമ്മൾ ആദ്യം ഷോർട്ട് ഹാൻഡ് നോട്ട്സ് എടുക്കും. ഇപ്പം പേഷ്യൻറ്റ് കം വിത്ത് ഫീവർ ഫോർ ദ പാസ്റ്റ് 3 days എന്നുള്ളതാണ് ഒരു സംഭവമെങ്കിൽ നമ്മൾ ആദ്യം 3 days ഫീവർ എന്ന് എഴുതും. പിന്നെ നമ്മൾ ഈ കഥ എഴുതും, പേഷ്യൻറ്റ് പ്രസൻസ് ടുഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വലിയ കഥ അത് വെച്ചിട്ടുണ്ടാക്കും. അപ്പോൾ ആദ്യം ഷോർട്ട് ഹാൻഡ് എടുത്തിട്ടാണ് ശീലിക്കുക. ബട്ട് നമ്മൾ വൺസ് യൂസ് ടു ആയിക്കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിത്തൗട്ട്, അതായത് ആ സെന്റൻസ് ഒക്കെ ഓൾറെഡി നമ്മുടെ മൈൻഡിൽ ഫീഡഡ് ആയിരിക്കും. അപ്പൊ നമുക്കൊരു ഷോർട്ട് ഹാൻഡ് ഇല്ലാതെ തന്നെ നമുക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റും, നേരെ ആ സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്നത് പോലെ ടൈപ്പിംഗ് സ്പീഡും ലിസണിങ് സ്കിൽസും ഒക്കെ എത്രത്തോളം ഈ ഒരു മെഡിക്കൽ സ്ക്രൈബിംഗ് ജോബിൽ ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ ആദ്യം നമ്മൾ മെല്ലെ മെല്ലെ ഷോർട്ട് ഹാൻഡ് നോട്ട്സ് എടുത്തിട്ട് പിന്നെ ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ് തുടക്കത്തിൽ ഈ ഷോർട്ട് ഹാൻഡ് നോട്ട്സ് എടുക്കണമെന്ന് പറയുന്നത്. പിന്നീടാണ് നമ്മൾ എലാബറേറ്റീവ് ആയിട്ട് എടുക്കാനും കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് വിച്ച് ഓർഗനൈസേഷൻ, ഏത് കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന്. ഞാൻ അക്വിറ്റി സൊല്യൂഷൻ എന്ന് പറയുന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്. ഞാൻ ഫ്രഷർ ആയിട്ടാണ് അവിടെ കയറിയത്, ഇപ്പോഴും അവിടെ തന്നെയാണ് വർക്ക് ചെയ്യണത്, അക്വിറ്റി സൊല്യൂഷൻസ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് വർക്ക് ഫ്രം ഹോം പോസിബിൾ ആകുമോ, കോയമ്പത്തൂർ ആൻഡ് ജോബ് കിട്ടിയേ എങ്ങനെയാണെങ്കിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കഴിഞ്ഞ് നമുക്ക് സേവിങ്സ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സേവിങ്സ് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ ഉള്ളത് എന്താ പറയുക, നമ്മൾ പൈസ ചെലവാക്കണ പോലെ ഇരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വർക്ക് ഫ്രം ഹോം പോസിബിൾ ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ജോബിന് കയറുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് കയറുമ്പോൾ 3 months ട്രെയിനിങ് ഉണ്ടാവും. അപ്പം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 3 months ട്രെയിനിങ് കഴിഞ്ഞിട്ട് ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് ചെന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ട്രെയിനിങ് ടൈമിൽ നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ അവർ നമ്മളെ വല്ലാണ്ട് പ്രഷർ ചെയ്തിട്ടില്ല ഓഫീസിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട്. കാരണം ട്രെയിനിങ് കഴിഞ്ഞിട്ടും നമുക്ക് ലൈവ് തുടങ്ങിയപ്പോഴും നമുക്ക് ഡോക്ടറിനെ കിട്ടിയപ്പോഴും ഒക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത് വർക്ക്. പിന്നെ റീസെന്റ് ആയിട്ടാണ് അവരെല്ലാവരെയും എല്ലാ എംപ്ലോയീസിനെയും ഓഫീസിലേക്ക് വിളിക്കാൻ തുടങ്ങിയത്. അപ്പം ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ചല്ലേ ആയുള്ളൂ. അപ്പം ഞാൻ അതൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കുറച്ച് പേഴ്സണൽ റീസൺസ് കാരണം എനിക്ക് അവരൊരു കൺസെഷൻ തന്നിട്ടാണ് ഞാൻ സ്റ്റില്ലിപ്പം വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യണത്. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോയുടെ പല ടാഗുകളും വർക്ക് ഫ്രം ഹോം എന്നാണ്. അപ്പോൾ
ഈ വർക്ക് ഫ്രം ഹോം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതലും ഈ മെഡിക്കൽ സ്ക്രൈബിങ് എന്താ എന്ന് അന്വേഷിച്ച് വരുന്നത്. പക്ഷേ ഇതൊരിക്കലും ഒരു ഫുൾ ടൈം വർക്ക് ഫ്രം ഹോം ജോബ് ആയിരിക്കില്ല. അവരെപ്പോൾ വേണേലും നമ്മളെ ഓഫീസിലേക്ക് വിളിക്കാം. അപ്പം അത് നമ്മുടെ ഭാഗ്യം പോലെയും ഇരിക്കും കേട്ടോ. പിന്നെ വർക്ക് ഫ്രം ഹോം മാത്രം കൊടുക്കുന്ന ഓർഗനൈസേഷൻസും ഉണ്ടാവും. അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷെ ഞങ്ങളുടെ കമ്പനി ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ഫ്രം ഹോം ഉള്ള ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം എല്ലാത്തിനും എന്താ പറയുക, അവർ വിളിക്കുന്നുണ്ട്, ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട്. പണ്ടേ ഉള്ള കുറച്ചൊരു ഫ്യൂ എംപ്ലോയീസിനെ മാത്രമാണ് അവരിപ്പോൾ ഇങ്ങനെ പെർമിറ്റ് ചെയ്ത് നിർത്തിയിരുന്നത്. എന്നെ പോലുള്ള ഇങ്ങനെ കരഞ്ഞ് കാലി പിടിച്ചിട്ടൊക്കെ ആയിരിക്കും. എനിവേ, അപ്പം കുറച്ച് പേരെ മാത്രമാണ് അവർ നല്ല സിവിയർ ആയിട്ടുള്ള റീസൺസ് ആണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും നിർത്തിയിട്ടുണ്ടാവുക. അല്ലാതെ ഇപ്പം പണ്ട് തൊട്ടേ വർക്ക് ചെയ്യണ എല്ലാവരും ഓഫീസിലേക്ക് വിളിക്കുകയാണ്. പുതുതായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന ഫ്രഷേഴ്സിനെ ആയാലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായാലും എല്ലാം അവർ ഓഫീസിലേക്ക് വിളിക്കുകയാണ്. സോ ഈ വർക്ക് ഫ്രം ഹോം എന്നുള്ള ആ ഒരു ടാഗ് കണ്ടിട്ട് മെഡിക്കൽ സ്ക്രൈബിങ്ങിലേക്ക് വരരുത്. ഇതൊരിക്കലും ഒരു ഫുൾ ടൈം വർക്ക് ഫ്രം ഹോം ജോബ് ആയിരിക്കില്ല. Okay, many things. I did like to ask, do you get chance to replay audio of the dictation if you did not understand what a physician is saying, or is it completely real time? Okay, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പുള്ളി ചോദിച്ചിരിക്കുന്നത്, ഡോക്ടർ പേഷ്യൻ്റ് ഇപ്പോൾ സംസാരിക്കുമല്ലോ, അപ്പോൾ ആ ഒരു ഓഡിയോ കേൾക്കുമല്ലോ, അപ്പം നമുക്കത് മനസ്സിലായില്ല എന്ന് വിചാരിക്കുക. മനസ്സിലായില്ലെങ്കിൽ നമുക്കത് റീപ്ലേ ചെയ്ത് കേൾക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആദ്യം ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന FFS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ ഡോക്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു പ്ലാറ്റ്ഫോമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 4 minutes വരെയൊക്കെ ഓഡിയോ നമുക്ക് റീപ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു 4 minutes വരെയൊക്കെ റീപ്ലേ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ ടീംസിലാണ് ഡോക്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റീസ് എനിക്കറിയില്ല. ഞാൻ ടീംസ് ഡോക്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഈ FFS എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമുക്ക് റീപ്ലേ ചെയ്ത് 4 minutes വരെയൊക്കെ മാക്സിമം കേൾക്കാൻ പറ്റും. ബട്ട് ദ ഫൺ പാർട്ടേഴ്സ് നമുക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ കേൾക്കാനുള്ള ഒരു ടൈം അവിടെ ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് കേൾക്കണം എന്നുണ്ടാവും, പക്ഷെ കേൾക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ ഓഫ്കോഴ്സ് നമ്മൾ അതായത് ഇംഗ്ലീഷ് അല്ല നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാനും സ്ലാങ് ഒക്കെ ചില സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നമുക്ക് നമ്മുടെ ഡോക്ടറോട് ചോദിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡോക്ടറിനെ ഗ്യാപ്പ് ഇടുന്ന സമയത്ത് നമുക്ക് ചോദിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഇത് റീപ്ലേ ചെയ്യണം തന്നെയില്ല, ഡോക്ടറോട് ചോദിച്ച് നമ്മുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവാത്തൊരു പ്രശ്നം വരില്ല. ഓക്കെ, നമുക്ക് എന്തായാലും മനസ്സിലാവും. ഇൻ കേസ് മനസ്സിലാവാത്ത എന്തെങ്കിലും ഒരു മെഡിക്കൽ ടെർമിനോളജിയോ എന്തെങ്കിലും ഒരു ഡിസീസോ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഡോക്ടറോട് എന്താ പറയുക ചോദിച്ച് അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. അത് മനസ്സിലാവുമോ എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതൊക്കെ എന്താ പറയുക, തന്നെത്താനെ അത് ഒരു ഓട്ടോമാറ്റിക്കലി നമുക്ക് വരുന്ന ഒരു സ്കില്ലാണ്. നമ്മൾ തന്നെത്താനെ വരുന്ന ഒരു കാര്യമായിരിക്കും. അപ്പം നമ്മൾ പഠിക്കും അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി വറി ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. I am BPharm graduate experienced in medical coding, currently in pharmaceutical data field, more of an Excel work. Am I eligible to do medical scribing? How much salary I can expect? സോ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ പാർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ അതിനെ നോക്കാം. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇയാൾ BPharm ഗ്രാജുവേറ്റ് ആണെന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, എക്സ്പീരിയൻസ്ഡ് ഇൻ മെഡിക്കൽ കോഡിങ്ങിലാണ് എക്സ്പീരിയൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും മെഡിക്കൽ കോഡിംഗ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഇപ്പം എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മെഡിക്കൽ സ്ക്രൈബ് ആണെന്ന് പറയുമ്പോൾ മെഡിക്കൽ കോഡിംഗ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. മെഡിക്കൽ കോഡിംഗ് ഇസ് എ ഡിഫറെൻറ്റ് തിങ്. മെഡിക്കൽ കോഡിംഗ് വേറെയാണ്, മെഡിക്കൽ സ്ക്രൈബിംഗ് വേറെയാണ്. ഇത് രണ്ടും ഈക്വലി ഇങ്ങനെ പോപ്പുലാരിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇത് രണ്ടും കൂടി ഇങ്ങനെ ആയി പോകുന്നത്. ആക്ച്വലി മെഡിക്കൽ കോഡിംഗ് വേറെയാണ്. അത് കറക്റ്റായിട്ട് എന്താണെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ബട്ട് മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിർച്വൽ ഫിസിഷ്യൻ അസിസ്റ്റന്റ് പോലെ നിന്നിട്ട് ഡോക്ടറിന്റെ പേഷ്യൻസിന്റെ ഒക്കെ കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്യണതാണ് മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന് പറയുന്ന ഈ പരിപാടി. അറിയായിരിക്കും, മെഡിക്കൽ സ്ക്രൈബിംഗ് അറിയുന്നവരായിരിക്കും ഈ വീഡിയോ കാണുന്നതൊക്കെ. എനിവേ, മെഡിക്കൽ കോഡിങ്ങിൽ എക്സ്പീരിയൻസ് ഉണ്ട്, ഫാർമസ്യൂട്ടിക്കൽ ഡാറ്റ എൻട്രിയിൽ എക്സ്പീരിയൻസ് ഉണ്ട് വിചാരിച്ചിട്ട് മെഡിക്കൽ സ്ക്രൈബിംഗിലേക്ക് വരാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ എവിടെയാണ് പിടുത്തം? BPharm ഗ്രാജുവേറ്റ് ആണ്, പറ്റും. BPharm ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതൊക്കെ ഫീൽഡിൽ ഇപ്പം ഫാർമസ്യൂട്ടിക്കൽ ആവട്ടെ, മെഡിക്കൽ കോഡിംഗ് ആവട്ടെ, ഇവിടെയൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫ്രഷറായിട്ട് ഒരു മെഡിക്കൽ സ്ക്രൈബായിട്ട് കയറാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒരു 25 to 30K എന്തായാലും കിട്ടും. അതായത് 25,000 to 30,000 രൂപയ്ക്ക് ഇടയിലായിരിക്കും നമ്മുടെ ഈ സാലറി പാക്കേജ് വരുന്നത്.
അത് ഓൾമോസ്റ്റ് അല്ല, ഞാനൊരു ജനറലൈസ് ചെയ്ത് പറയാണ്. ഇതിൻ്റെ ഒരു ഇടയിലായിരിക്കും നമ്മുടെ ഫ്രഷറിനുള്ള ഒരു സാലറി. അപ്പോൾ ബി ഫാം ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഇയാൾക്ക് എന്താ പറയുക, ഡിസ്പൈറ്റ് ഈ ഒരു മെഡിക്കൽ കോഡിങ്ങും അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഡാറ്റയുടെ ഒക്കെ എക്സ്പീരിയൻസ് കണക്കിലെടുക്കാതെ എന്ത് ചെയ്യാൻ പറ്റും, മെഡിക്കൽ സ്ക്രൈബിങ്ങിലേക്ക് ഫ്രഷറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. 25 മുതൽ 30 വരെ സാലറിയും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു വി നീഡ് എ ഡിഗ്രി ഓർ വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻ ഫോർ മെഡിക്കൽ സ്ക്രൈബ്, വാട്ട് ഇസ് ദ സാലറി ആൻഡ് ഹൗ ടു അപ്ലൈ? അതായത് നമുക്കിപ്പോൾ മെഡിക്കൽ സ്ക്രൈബ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഡിഗ്രി വേണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഡിഗ്രി വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ +2 കഴിഞ്ഞ ഒരാളാണ്, നിങ്ങൾക്ക് വേറെ ഡിഗ്രി ഒന്നും പഠിക്കാൻ പോകാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് ഇനി ജോബിന് പോയാൽ മതി, മെഡിക്കൽ സ്ക്രൈബിങ്ങിനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മെഡിക്കൽ സ്ക്രൈബിംഗ് കോഴ്സ് എടുക്കാൻ പോയിട്ട് മെഡിക്കൽ സ്ക്രൈബിംഗ് കോഴ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് മെഡിക്കൽ സ്ക്രൈബായിട്ട് ഏതെങ്കിലും കമ്പനിയിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുക്കുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നിങ്ങളെ എന്ത് ചെയ്യും, പ്ലേസ്മെന്റ് നിങ്ങൾക്ക് തരും. അപ്പോൾ അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഡിഗ്രി നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നോൺ മെഡിക്കൽ, അതായത് മെഡിക്കൽ റിലേറ്റഡ് അല്ലാത്ത ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം എന്താ പറയുക, മാത്സ്, ഇംഗ്ലീഷ് അങ്ങനത്തെ ഡിഗ്രികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, മെഡിക്കൽ റിലേറ്റഡ് അല്ലാത്ത ഡിഗ്രികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരെ പോയിട്ട് മെഡിക്കൽ സ്ക്രൈബിംഗ് കോഴ്സിന് ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടെങ്കിലും ഡിഗ്രി, നോൺ മെഡിക്കൽ ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾ ഈക്വൽ ആണ് മെഡിക്കൽ സ്ക്രൈബിങ്ങിന്റെ ബേസിൽ. അപ്പം നിങ്ങൾക്കൊരു മെഡിക്കൽ സ്ക്രൈബിംഗ് കോഴ്സ് എടുത്തിട്ട് മാത്രമേ മെഡിക്കൽ സ്ക്രൈബ് ആവാൻ പറ്റുള്ളൂ. മറിച്ച് ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണ്ട, ഒരു മെഡിക്കൽ സ്ക്രൈബിംഗ് കോഴ്സിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇത് ഞാൻ വളരെ ഇതായിട്ട് പറയുകയാണ്. എന്താ വെച്ചാൽ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള B.Pharm കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, ലൈഫ് സയൻസ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, ഒരുപാട് ആളുകൾ ഈ മെഡിക്കൽ സ്ക്രൈബിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ 1 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ട്രെയിനി മെഡിക്കൽ സ്ക്രൈബായിട്ട് കയറിയിട്ട് അവിടുന്ന് വെറും ഒരു 3-4 മാസത്തെ വിത്ത് സാലറി അല്ലെങ്കിൽ വിത്ത് സ്റ്റൈപ്പൻഡ് നിങ്ങൾക്ക് ട്രെയിനിങ് എടുത്തിട്ട് നിങ്ങൾക്ക് ഡോക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങാവുന്നതേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ ഈ 1 ലക്ഷം 2 ലക്ഷം, എൻ്റെ അടുത്ത് കുറേ കുട്ടികൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സംസാരിച്ചു, B.Pharm കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ മെഡിക്കൽ സ്ക്രൈബിങ്ങിന് പോയി ജോയിൻ ചെയ്തിട്ട് 1 ലക്ഷം പോയി 2 ലക്ഷം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നു. നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ്. നിങ്ങൾ ആ ഒരു B.Pharm കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നേഴ്സിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്ത് കഴിഞ്ഞു, MBBS ആയിക്കോട്ടെ, BDS ആയിക്കോട്ടെ, PharmD ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ മെഡിക്കൽ പ്രൊഫഷണൽ ആണ്. നിങ്ങൾക്ക് ഒരിക്കലും മെഡിക്കൽ സ്ക്രൈബിങ് പേഷ്യന്റിന്റെ ഡോക്യുമെന്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് എടുക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക, വെറുതെ പൈസ കളയാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കമ്പനിയിൽ പോയിട്ട് അപ്ലൈ ചെയ്യാം. ഹൗ ടു അപ്ലൈ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലിങ്ക്ഡിൻ, അതേപോലെ തന്നെ എന്താ പറയുക, ലിങ്ക്ഡിനിൽ കയറുക, എന്നിട്ട് എന്തെങ്കിലും മെഡിക്കൽ സ്ക്രൈബ് ആയിട്ടുള്ള കുറേ കണക്ഷൻസ് ഉണ്ടാക്കുക, എന്നിട്ട് അവരോട് റെഫർ ചെയ്യാൻ ചോദിക്കുക കമ്പനികളിലേക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അപ്ലൈ ചെയ്യുക. ഇങ്ങനെയൊക്കെ തന്നെയാണ്. മെയിൽ അയക്കുക കമ്പനികളിലേക്ക്, അവരുടെ ഓപ്പർച്യൂണിറ്റീസ് വരാണെങ്കിൽ വിളിക്കാൻ പറയുക. നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് അവിടുത്തെ മാനേജേഴ്സിന്റെ നമ്പർ ചോദിക്കുക, അവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇത് വർക്ക് ആവുന്നത്. അതിന് ഹൗ ടു അപ്ലൈ എന്ന് വെച്ചാൽ സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു സംഭവം ഇല്ല സത്യം പറഞ്ഞാൽ. പിന്നെ സാലറിയുടെ കേസ് ഞാൻ പറഞ്ഞു, 25,000 മുതൽ 30,000 രൂപ വരെ സാലറി കിട്ടും. അപ്പൊ അതാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. ഹലോ, ഞാൻ മെഡിക്കൽ സ്ക്രൈബ് ഫ്രഷർ ആണ്. എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ? എൻ്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്, പ്ലീസ് ഹെൽപ്പ്. ഓക്കേടാ. അപ്പോൾ മെഡിക്കൽ സ്ക്രൈബ് ഫ്രഷർ ആണെന്നാണ് പറയുന്നത്. വേക്കൻസി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്നെ കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലിങ്ക്ഡിനിലും കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ കുറച്ച് പേരെ കമ്പനിയിലേക്ക് എന്ത് ചെയ്തു, റെഫർ ചെയ്തു. എൻ്റെ കമ്പനിയിലേക്ക് ഒരു 10-20 ആളുകളെ ഞാൻ റെഫർ ചെയ്തു. പക്ഷേ ഫ്രഷേഴ്സിനൊന്നും അവർ റിപ്ലൈ ഇപ്പോൾ കൊടുക്കുന്നില്ല. മേ ബി കുറേ പേരുണ്ടായിട്ടായിരിക്കും. അപ്പം ഞാൻ കുറച്ച് പേരെ, ഒരു 10-20 പേരെ ഞാൻ റെഫർ ചെയ്തതിൽ അവരാരും റിപ്ലൈ കൊടുക്കുന്നില്ല. ഇപ്പം HR നിന്ന് ആർക്കും ഇതുവരെ ഒരു കോള് വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇനി ആ 20 ആൾക്കാരുടെ കാര്യം ഒരു തീരുമാനമാക്കാണ്ട് ഇനി വേറെ കുറച്ച് ആൾക്കാരെ റെഫർ ചെയ്യുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ റിപ്ലൈ കൊടുക്കാത്തതുകൊണ്ട് എന്താണ് ഇനിയിപ്പോൾ എടുക്കുന്നില്ലേ ഒന്നും എനിക്കറിയില്ല. ഞാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസ് ലൈനിലുള്ള ഒരു മെഡിക്കൽ സ്ക്രൈബാണ്. ഓക്കെ, അത് കമ്പനിയിലുള്ള ഉന്നതങ്ങളുമായിട്ടൊന്നും എനിക്ക് ബന്ധമില്ല. ബട്ട് ഞാൻ എന്നോട് ചോദിച്ച കുറച്ച് കുട്ടികളെ ഇതുപോലെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കമ്പനിയുടെ സൈഡിൽ നിന്ന് റിപ്ലൈ ഒന്നും വന്നില്ല. അതുകൊണ്ട് ഇനി എനിക്ക് റെഫർ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. ഇൻ കേസ് അവർക്ക് ആർക്കെങ്കിലും റിപ്ലൈ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം.
എനിക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങളെല്ലാവരും റെഫർ ചെയ്യാൻ പറ്റുന്നതിൽ. ബട്ട് ഇപ്പോൾ എന്താ പറയുക, ഞാൻ റെഫർ ചെയ്തവർക്ക് ആർക്കും റിപ്ലൈ വരാത്തതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് കുറവ് ഇനി ആളുകളെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഹായ്, മെഡിക്കൽ സ്ക്രൈബിംഗ് പഠിക്കാൻ BSc കെമിസ്ട്രി പഠിച്ചവർക്ക് പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കുറെ വ്യൂവേഴ്സ് എൻ്റെ അടുത്ത് അവർ കഴിഞ്ഞ ഡിഗ്രി വെച്ചിട്ട് ഈ ഡിഗ്രി കഴിഞ്ഞവർക്ക് പറ്റുമോ, ഈ ഡിഗ്രി കഴിഞ്ഞവർക്ക് പറ്റുമോ എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആർക്കൊക്കെയാണ് പറ്റുന്നത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് ചോദിച്ചിങ്ങനെ BSc കെമിസ്ട്രി പഠിച്ചവർക്ക് പറ്റുമെന്നാണ്. അതെനിക്ക് സ്പെസിഫിക് ആയിട്ട് എനിക്ക് അറിയില്ല. വെറുതെ ഞാൻ ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല BSc കെമിസ്ട്രി പഠിച്ചവർക്ക് അത് പറ്റുമോ എന്നുള്ളത്. അത് നോൺ മെഡിക്കൽ ആണെന്നാണ് എൻ്റെ ഒരു ഐഡിയ. BSc കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നോൺ മെഡിക്കൽ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഐഡിയ. അപ്പോൾ ഏതൊക്കെ ആളുകൾക്കാണ് മെഡിക്കൽ സ്ക്രൈബിംഗ് കോഴ്സ് പഠിക്കാണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് മെഡിക്കൽ സ്ക്രൈബിംഗ് ട്രെയിനി ആയിട്ട് കയറാൻ പറ്റുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. BPharm, PharmD, MPharm, BDS, BHMS, BAMS, MBBS, BPT, BSc Physician Assistant, Allied Science, Accident and Emergency Care Technology, Radiology Imaging Technology, Operation Theatre and Anesthesia Technology, Medical Record Science, Dialysis Technology, Cardiac Technology, Medical Laboratory Technology, Cardiopulmonary Perfusion Care Technology, Respiratory Therapy. അതിൻ്റെ കൂടെ തന്നെ BSc നഴ്സിംഗ് എന്നൊക്കെ കഴിഞ്ഞവർക്കും പറ്റും. ഇനി ഇതൊക്കെയാണ് അതായത് എൻ്റെ കമ്പനിയിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ്. അപ്പോൾ ഇനി നിങ്ങൾ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ്, നിങ്ങൾ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് പഠിച്ചത്, ബട്ട് അത് ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. നോൺ മെഡിക്കൽ കഴിഞ്ഞവർക്കും +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റ് കയറാൻ നിൽക്കുന്നവർക്കും മെഡിക്കൽ സ്ക്രൈബിംഗ് കോഴ്സ് കഴിയാണ്ട് പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹേ അലിഡ, ആർ യു ഫ്രം വിസാഗ്? നോ, ഐ എം ഫ്രം കേരള. ഞാൻ കേരളത്തിൽ നിന്നാണ്. ഐ ജസ്റ്റ് ഗോട്ട് പ്ലേസ്ഡ് ഇൻ അക്യൂറ്റി സൊല്യൂഷൻ ആസ് മെഡിക്കൽ സ്ക്രൈബ്. ക്യാൻ യു ടെൽ മീ ഹൗ ലോങ് ഇറ്റ് ടുക്ക് യു ടു ഗെറ്റ് യൂസ് ടു ടൈപ്പിംഗ് ആൻഡ് ലേണിംഗ്, ആൻഡ് ഓൾസോ ആഫ്റ്റർ ഹൗ ലോങ് ദേ അലൗഡ് യു ടു വർക്ക് ഫ്രം ഹോം? എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു 3 months എടുത്തു ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ എൻ്റെ ടൈപ്പിംഗ് ശരിയാവാനും എൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാനും ഒക്കെ ഞാൻ ഒരു 3 മാസം ഞാൻ എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു സാധനം പഠിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ലൈവിലോട്ട് പോയി. എത്ര നാളെന്നെ വർക്ക് ഫ്രം ഹോം ഇനി സമ്മതിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. മേ ബി ചിലപ്പോൾ ഇന്നത്തോടെ തീരുമായിരിക്കും, ചിലപ്പോൾ നാളെ ഓഫീസിലേക്ക് വരണം എന്ന് പറയുമായിരിക്കും. എനിവേ ഇപ്പം എൻ്റെ കുറച്ച് പേഴ്സണൽ റീസൺസ് കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ബട്ട് അവർ ഓഫീസിലേക്ക് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓഫീസിലേക്ക് പോകാണ്ടിരിക്കാൻ നിർവാഹമില്ല. കാരണം അവരാണ് എനിക്ക് ചോറ് തരുന്നത്. സോ അതുകൊണ്ട് അപ്പോൾ ഞാൻ 3 മാസം എടുത്തിട്ടാണ് പഠിച്ചത്. എത്ര നാളിനി വർക്ക് ഫ്രം ഹോം ഉണ്ടാവും എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അവർ സമ്മതിക്കുന്നവരെ വർക്ക് ഫ്രം ഹോം ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് റെക്കമെൻഡ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ക്രൈബിംഗ് കോഴ്സ് പഠിക്കാത്തത് കൊണ്ട് എനിക്കിതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. എനിക്ക് വായി തോന്നിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ അതിൽ പോയി ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ കോളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എൻ്റെ തലയിലിരിക്കും. സോ എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. ഞാൻ മെഡിക്കൽ സ്ക്രൈബിംഗ് കോഴ്സ് പഠിക്കാതെയാണ് മെഡിക്കൽ സ്ക്രൈബ് ആയത്. സോ അതുകൊണ്ട് എനിക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. ഏതാണ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് എനിക്കറിയില്ല. സോറി. നെക്സ്റ്റ്, ഹേ അലിഡ, ഹോപ്പ് യു ആർ വെൽ. ഐ എം ഡൂയിങ് ഗുഡ്. ഹൗ ആർ യു? താങ്ക്സ് ഫോർ ആസ്കിങ്. I am very much interested in this field. Can you please? And now I have my interview for the first time after completing my honors. Can you please suggest me some good knowledge for my interview? All the best for your interview. അയ്യോ, 4 മാസം മുന്നത്തെ കമൻ്റ് ആണ് കേട്ടോ. 4 മാസം മുന്നേ എഴുതിയ കമൻ്റ് ആണ്. ഇപ്പം ഇന്റർവ്യൂ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്. ഇന്റർവ്യൂ നോളജ്. ഓക്കെ, ഇന്റർവ്യൂവിന് പോണവരെന്താ നോക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിസീസ് ചോദിച്ചിട്ട് അതിന്റെ മെഡിക്കൽ ടെർമിനോളജി, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ചോദിച്ചിട്ട് അതിന്റെ മെഡിക്കൽ ടെർമിനോളജി, നമ്മുടെ ടൈപ്പിംഗ് സ്പീഡ് എത്രയാണ്, നമ്മുടെ നോളജ്, അതൊക്കെ ആയിരിക്കും മെയിനായിട്ട് ചോദിക്കുന്നുണ്ടാവുക. അങ്ങോട്ട് അറ്റൻഡ് ചെയ്യാം, നമുക്ക് ഉള്ളതാണെങ്കിൽ നമുക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, I have also applied for a various places for medical scribe work from home. Can you please help me out so that I can also apply for medical scribe fresher
ആസ് ഐ ഹാവ് സക്സസ്ഫുള്ളി ഡൺ ബി-ഫാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ കുറച്ച് ഫ്രഷേഴ്സിനെ ഹെൽപ്പ് ചെയ്തിട്ട് അതിൽ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു റിപ്ലൈ വന്നിട്ടില്ല. മേ ബി അവരിപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ടാവില്ല, ഇനി റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് വിളിക്കുന്നുണ്ടാവും അവരെയൊക്കെ. അതുകൊണ്ട് അതിലൊരു തീരുമാനം ആവാത്തതുകൊണ്ട് എനിക്കിനി ഫർദർ എങ്ങനെയാണ് റെഫർ ചെയ്യേണ്ടതെന്നോ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പം എന്താ പറയുക, ഇപ്പം റെഫർ ചെയ്യുന്നില്ല ഞാൻ ആരെയും. അതാണ് എനിക്ക് പറയാനുള്ളത്. ആഫ്റ്റർ ഹൗ മെനി ഇയർ ഓർ മന്ത് വി ഗെറ്റ് വർക്ക് ഫ്രം ഹോം? ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയില്ല എത്ര കൊല്ലം ഇനി എനിക്ക്, എത്ര ദിവസം എനിക്കിനി വർക്ക് ഫ്രം ഹോം ഉണ്ടാവും എന്നറിയില്ല. അവർ ഓഫീസിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോകേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താങ്ക് യു ഫോർ ദ ഓവർവ്യൂ. ഐ ആം an experienced Indian physiotherapist recently relocated to Singapore and wish to explore non-clinical medical job domain. Does your company Acuity Solutions have services in Singapore or they are open to take freshers PT for remote jobs? Appreciate your reply. അപ്പൊ പുള്ളിക്കാരി ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഫിസിയോതെറാപ്പിസ്റ്റ് എന്താ പറയാ, റിമോട്ടായിട്ട് ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടോ? റിമോട്ടായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റുമോ? ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? എനിക്കറിയില്ല. അപ്പം എന്താ പറയാ, റിമോട്ട് ആയിട്ടുള്ള ജോബ്സ് ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അക്യൂറ്റി സൊല്യൂഷൻ്റെ ഏത് ബ്രാഞ്ചിൽ വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ പുറത്തേക്ക് പോകുമ്പോൾ പറ്റില്ല. ഇത് എൻ്റെ കമ്പനിയുടെ കേസ് മാത്രമല്ല, വേറെ എല്ലാ കമ്പനികളുടെയും കേസാണ് ഞാൻ പറയണത്. കാരണം നമ്മളൊരു പെർട്ടിക്കുലർ VPN ഇട്ടിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പം ഈ VPN ഇന്ത്യയുടെ വെളിയിൽ പോയി കഴിഞ്ഞാൽ വർക്ക് ആവില്ല. അല്ലെങ്കിൽ ഈ കമ്പനിക്ക് അവിടെ ഒരു സ്ഥലം, അവിടെ സിംഗപ്പൂരിൽ ഇപ്പം ഒരു ഓഫീസ് ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ ജോയിൻ ചെയ്യേണ്ടി വരും. അല്ലാണ്ട് ഇന്ത്യയിൽ ഇപ്പം ഞാൻ കറന്റ് ഇന്ത്യയിൽ ഇരുന്നിട്ട് മെഡിക്കൽ സ്ക്രൈബായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം നാളെ ഞാൻ ദുബായിൽ പോകാമെന്ന് വിചാരിച്ചോ. അപ്പം ഞാൻ നാളെ ദുബായിൽ പോകുമ്പം എനിക്ക് ഒരിക്കലും ഈ ജോബും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന VPN അവിടെ വർക്ക് ആവില്ല. ഇപ്പം അക്യൂറ്റി സൊല്യൂഷൻ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഒരു ബ്രാഞ്ച് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ വർക്ക് ആവില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്രീഷിയേറ്റ് യുവർ റിപ്ലൈ, താങ്ക്സ് ആൻഡ് റിഗാർഡ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ കമൻറ്റിങ്. ക്യാൻ യു പ്ലീസ് ടെൽ മീ വാട്ട് ടോപ്പിക്സ് വിൽ ദേ ആസ്ക് ഡ്യൂറിങ് ഇൻ്റർവ്യൂ? ഞാൻ നേരത്തെ പറഞ്ഞു, അത് മെഡിക്കൽ ടെർമിനോളജി ചോദിക്കും, ടൈപ്പിംഗ് സ്പീഡ് ചോദിക്കും, പിന്നെ നമ്മുടെ ആ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാനുള്ള ആ ഒരു കറേജ് എത്രത്തോളം ഉണ്ടെന്ന് ചോദിക്കും, പിന്നെ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോയെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. കാരണം ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് നൈറ്റ് ഇങ്ങനെ ലോങ് ഓവർ നൈറ്റ് ഇരുന്ന് വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് അത് അവർ ചോദിക്കുന്നുണ്ടാവാം. എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, ബട്ട് ഐ ഗസ്. യെസ്, ഐ ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ ഇൻ ലൈഫ് സയൻസ്. ക്യാൻ യു സജസ്റ്റ് മീ എനി ഗുഡ് കമ്പനീസ് ഫോർ മെഡിക്കൽ സ്ക്രൈബ് ട്രെയിനി? എൻ്റെ കമ്പനി നല്ലൊരു കമ്പനിയാണ്, പക്ഷെ ഇപ്പോൾ എടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് മാത്രമല്ല എന്താ, ഐ ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് മൈ ലൈഫ് സയൻസ് പറ്റിയ ആൾക്കാർക്ക് പറ്റും കേട്ടോ. ലൈഫ് സയൻസ് മെയിനായിട്ട് B-ഫാം ലൈഫ് സയൻസും ആണ് എല്ലാവർക്കും നോട്ടം ഫ്രഷേഴ്സിനെ എടുക്കുമ്പോൾ. കാരണം അറിയാം, അത്യാവശ്യം നോളജ് ഉണ്ടല്ലോ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പം അതാണ് എല്ലാവർക്കും നോട്ടം. സോ ലൈഫ് സയൻസ് കഴിഞ്ഞ ആളാണെങ്കിൽ എന്തായാലും പറ്റും. പക്ഷേ എങ്ങനെയാണ് ട്രെയിനിയുടെ അപ്ലൈ ചെയ്യാന്ന് എനിക്കറിയില്ല. ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ലിങ്ക്ഡിനിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് കണക്ഷൻസ് ഉണ്ടാക്കുക ഓരോ മെഡിക്കൽ സ്ക്രൈബ്സുമായിട്ട്. എന്നിട്ട് അവരുടെ കമ്പനിയിൽ വേക്കൻസി ഉണ്ടെങ്കിൽ റെഫർ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ജോബിന് നോക്കുക. പിന്നെ അവരുടെ മാനേജേഴ്സിന്റെ നമ്പർ കളക്ട് ചെയ്യുക, വിളിച്ചു നോക്കുക, വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കുക, എങ്ങനെയാണെന്ന് പറയുക. എടുക്കുകയാണെങ്കിൽ പോവുക, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, പ്ലേസ്മെന്റ് കിട്ടുക. സിമ്പിൾ. ഹൗ ഡിഡ് യു ഗെറ്റ് വർക്ക് ഫ്രം ഹോം മെഡിക്കൽ സ്ക്രാബ് ജോബ്? ഹൗ ഡിഡ് യു ഗെറ്റ് വർക്ക് ഫ്രം ഹോം മെഡിക്കൽ സ്ക്രബ് ജോബ്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ ഞങ്ങളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ഓഫീസിലേക്ക് വരണമെന്നാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവർ ഓഫീസിലേക്ക് അങ്ങനെ നമ്മളെ പ്രഷറൈസ് ചെയ്ത് വിളിച്ചില്ല. പിന്നെ നമ്മളും വീട്ടിലിരുന്ന് വർക്ക് ചെയ്ത് ഇങ്ങനെ സുഖം പിടിച്ചു. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഒരു പേഴ്സണൽ റീസൺസ് കൊണ്ട് ഞാനിപ്പോൾ പിന്നെ ഇവിടുന്ന് കോയമ്പത്തൂരാണ് എൻ്റെ ഓഫീസ് ലൊക്കേഷൻ. ഇവിടുന്ന് ഒരു 198 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് കൊച്ചിയിൽ നിന്ന്. സോ എനിക്ക് അവിടെ പോയി വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എല്ലാ ഫാമിലി റീസൺസ് കാര്യങ്ങളൊക്കെ കൊണ്ട്. സോ അവർ ആസ് ഓഫ് നൗ എന്നെ ഇവിടെ പെർമിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി എന്നാ വിളിക്കാന്ന് അറിയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേച്ചി, ഈ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ജോബ് എല്ലാം സെയിം വർക്കാണോ വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഞങ്ങളുടെ കമ്പനിയിൽ കുറേ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ട് മെഡിക്കൽ സ്ക്രൈബിങ്ങിലേക്ക് വന്ന ആൾക്കാരുണ്ട്. നമ്മുടെ കമ്പനിയിലെ ഒട്ടുമിക്ക സീനിയർ ആയിട്ടുള്ള ആൾക്കാരും മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിൽ നിന്ന് സ്വിച്ച് ചെയ്തിട്ട് മെഡിക്കൽ സ്ക്രൈബിങ്ങിലോട്ട് വന്ന ആളുകളാണ്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറും പേഷ്യന്റും പറയണത് എന്താണോ ആ കോൺവെർസേഷൻ കേട്ടിട്ട് അതുപോലെ ടൈപ്പ് ചെയ്യുന്നതാണ് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന് പറയുമ്പം ആ പേഷ്യന്റിന്റെ വേണ്ട കാര്യങ്ങൾ, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ഡോക്യുമെന്റ് ചെയ്യുക.
ഫോർ എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ഒരു പേഷ്യൻ്റ് ഒരു ഡോക്ടറിനെ കാണാൻ വന്നു. അപ്പോൾ പേഷ്യൻ്റ് പറയുകയാണ് ഇന്നലെ എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ക്രിപ്ഷനിൽ അത് ഡോക്യുമെന്റ് ചെയ്യണം, പക്ഷേ സ്ക്രൈബിങ്ങിൽ അത് ഡോക്യുമെന്റ് ചെയ്യണ്ട. അങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ട്രാൻസ്ക്രിപ്ഷനിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് സ്ക്രൈബായിട്ട് കയറാൻ വേണ്ടി വളരെ എളുപ്പമാണ്. ട്രാൻസ്ക്രിപ്ഷൻ ചെയ്ത് ശീലമുള്ള ആളുകൾക്ക് സ്ക്രൈബിംഗ് എന്ന് പറയുമ്പം ചെറിയ ജോലിയായിരിക്കും. ട്രാൻസ്ക്രിപ്ഷൻ ആണ് കുറച്ചും കൂടെ ടഫസ്റ്റ്. ഓക്കെ, ഇത് കുറച്ചുകൂടെ മെഡിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള, മറ്റത് പറയുന്നത് എന്തും അവർ പറയുന്ന കൊളോക്കിയലായിട്ടുള്ളതൊക്കെ നമുക്ക് എഴുതി വെക്കാം. പക്ഷേ സ്ക്രൈബിംഗ് എന്ന് പറയുമ്പം അത് നമ്മൾ മെഡിക്കലി കഴിക്കണം. അതാണ് സ്ക്രൈബിങ്ങും ട്രാൻസ്ക്രിപ്ഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പോൾ സെയിം വർക്കാണെന്ന് വെച്ചാൽ അല്ല, ബട്ട് ടൈപ്പിംഗ് സ്പീഡ്, ലിസണിങ് സ്കിൽസ് അതൊക്കെ രണ്ടിലും ഈക്വലി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക്. ഹൈ ഡിയർ, എനി വേക്കൻസി ഇൻ യുവർ കമ്പനി? ഐ ആം അനുശ്രീ ആൻഡ് ഐ സ്ക്രൈബ് ടു ആൻഡ് ഐ സിംഗിൾ പാരന്റ്, പ്ലീസ് ഹെൽപ്പ് ഡിയർ. സോ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ അവർ വിളിക്കുന്നു തോന്നണം എനിക്ക് നേരത്തെ. പക്ഷെ ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത ഫ്രഷേഴ്സിനെ ആരെയും വിളിക്കുന്നില്ല. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ ഇമെയിൽ ഐ ഡിയിലോട്ട് CV ഇട്ടാൽ മതി. ഞാൻ ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള റിപ്ലൈ ഞാൻ നിങ്ങൾക്ക് തരാം എന്താണെന്നുള്ളത്. ഓക്കെ, മൺഡേ ടു ഫ്രൈഡേ ഡ്യൂട്ടി? യെസ്, മൺഡേ ടു ഫ്രൈഡേ ആണ് ഡ്യൂട്ടി എനിക്ക്. സ്ക്രൈബിങ്ങിൽ എപ്പോഴും നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കുമോ? യെസ്, നമ്മുടെ ക്വസ്റ്റ്യൻ വന്നു കേട്ടോ. യെസ്, സ്ക്രൈബിംഗ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഉണ്ട്. ഞാൻ എൻ്റെ മുന്നത്തെ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാം. സ്ക്രൈബിംഗ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പാണുള്ളത്. ഒന്ന് ലൈവ് സ്ക്രൈബിങ്ങും നോൺ ലൈവ് സ്ക്രൈബിംഗ് അല്ലെങ്കിൽ അസിങ് സ്ക്രൈബിംഗ്. അപ്പോൾ ലൈവ് സ്ക്രൈബിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡോക്ടറും പേഷ്യൻറ്റും അവിടെ സംസാരിക്കുമ്പോൾ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇവിടുന്ന് കേട്ടിട്ട് അത് കമ്പ്യൂട്ടറിൽ ഡോക്യുമെന്റ് ചെയ്യുന്നതിനാണ് ലൈവ് സ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. നോൺ ലൈവ് സ്ക്രൈബിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡോക്ടറും കണക്റ്റഡ് അല്ല. ഡോക്ടർ ചെയ്തിട്ട് ഒരു ഓഡിയോ നമുക്കിങ്ങനെ വരും, പ്രീ റെക്കോർഡഡ് ആയിരിക്കും അത് നമ്മൾ സമയം പോലെ ചെയ്തിട്ട് അയച്ചു കൊടുത്താൽ മതി. അതാണ് നോൺ ലൈവ് സ്ക്രൈബിംഗ്. ഇപ്പം നോൺ ലൈവ് സ്ക്രൈബിംഗ് ആണ്. ഇപ്പം ഡേ ഷിഫ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോൺ ലൈവ് സ്ക്രൈബിംഗ് ആയിരിക്കും കൂടുതലും നല്ലത്. ലൈവ് സ്ക്രൈബിംഗ് ആണെങ്കിൽ എപ്പോഴും നൈറ്റ് ഷിഫ്റ്റ് തന്നെ ആയിരിക്കും വരിക. കാരണം അമേരിക്കയിലുള്ള ആ സമയത്താണല്ലോ നമ്മളിവിടെ വർക്ക് ചെയ്യണം. അമേരിക്കയിൽ പകലാണ് ഡോക്ടർമാർ വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് നട്ടപ്പാതിലേക്ക് വർക്ക് ചെയ്യേണ്ടി വരും. അതാണ് നൈറ്റ് ഡ്യൂട്ടി വരാനുള്ള കാരണം. മറിച്ച് നിങ്ങൾ നോൺ ലൈവ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മേ ബി ഡേ ഷിഫ്റ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഏതൊക്കെ കമ്പനീസ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പ്രോപ്പറായിട്ട് എനിക്കറിയില്ല. IKS ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്, അതിനെ പറ്റിയിട്ടും കാര്യമായിട്ട് അറിയില്ല. ചേച്ചി എങ്ങനെയാ ജോബിൽ കയറിയത് എന്നൊന്ന് കമൻറ്റ് ചെയ്യുമോ പ്ലീസ്? ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ മീ പ്ലീസ്. ഓക്കേടാ. അപ്പോൾ ഞാൻ എങ്ങനെ ജോബിന് കയറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ കോളേജിൽ ഇവർ കുറേ ഞങ്ങൾ ഗ്രാജുവേഷൻ ആയി നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ അത് കഴിയാൻ ഒരു 2 മാസമൊക്കെ ബാക്കി നിൽക്കുമ്പോഴെന്നൊക്കെ ഓക്കെ, ഞങ്ങളുടെ കോഴ്സ് കഴിയാൻ വേണ്ടിയിട്ട് ഞാൻ FAMD ആണ് പഠിച്ചത്. അപ്പോൾ FAMD കഴിയാൻ വേണ്ടി ഒരു 2 മാസമൊക്കെ ബാക്കി നിൽക്കുമ്പോൾ ഈ അക്യൂറ്റി സൊല്യൂഷനിൽ നിന്ന് ഞങ്ങളുടെ കോളേജിൽ ബൾക്കായിട്ട് ഫാമ ഗ്രാജുവേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. BPharm, DPharm, MPharm, PharmD എല്ലാത്തിനും റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് കിട്ടിയത്. ഞങ്ങൾക്കൊക്കെ വിർച്വൽ ആയിട്ടായിരുന്നു ഇന്റർവ്യൂ. ഒരു തവണ അവർ കോളേജിൽ വന്ന് ഇന്റർവ്യൂ നടത്തി. അന്ന് ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഞാൻ ബാംഗ്ലൂരിൽ ഇന്റേൺഷിപ്പ് ചെയ്യായിരുന്നു. പിന്നെ ഞാൻ അവരുടെ നമ്പർ എടുത്ത് കോൺടാക്ട് ചെയ്ത് വിർച്വൽ ആയിട്ടായിരുന്നു എൻ്റെ അസസ്മെന്റും എൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ എൻ്റെ ട്രെയിനിങ് പീരീഡ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ട്രെയിനിങ് പീരീഡിൽ എങ്ങനെയായിരുന്നു അസസ്മെന്റും കാര്യങ്ങളും എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ജോബിൽ കയറിയത് ക്യാമ്പസ് ഇന്റർവ്യൂ വഴിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ദർ എനി അതർ വേ ടു ബിക്കം എ മെഡിക്കൽ സ്ക്രൈബ്? സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളാണെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ പോവുക, മെഡിക്കൽ സ്ക്രൈബ് ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്യുക. നോൺ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും +2 കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക, മെഡിക്കൽ സ്ക്രൈബ് കോഴ്സ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നല്ലത് നോക്കി എടുക്കുക, പോയി ജോയിൻ ചെയ്യുക. അത് ആ 2 വഴികളും മാത്രമാണുള്ളത്. പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും മെഡിക്കൽ സ്ക്രൈബിംഗ് ഈസി ആയിട്ട് കിട്ടും. ഈ 3 വഴികളാണ് ഉള്ളത്. ആം എ ഹോമിയോപ്പതിക് ഡോക്ടർ, സോ ക്യാൻ ഐ ജോയിൻ ആസ് എ ട്രെയിനി? ഷുവർ, മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലേ, എന്തായാലും പറ്റും, എന്തായാലും ജോയിൻ ചെയ്യാൻ പറ്റും. വേർ ക്യാൻ ഐ അപ്ലൈ? എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞ ലിങ്ക്ഡിൻ വഴി അപ്ലൈ ചെയ്യാൻ പറ്റും. കണക്ഷൻസ് ഉണ്ടാക്കുക, കോണ്ടാക്ട് ചെയ്യുക, വിളിക്കുക. സ്ക്രൈബിംഗ് പഠിക്കാൻ പാടാണോ ഒരു ആവറേജ് കുട്ടിക്ക്?
ആവറേജ് കുട്ടിക്ക് പാടല്ല, അതുകൊണ്ടല്ലേ ഞാൻ പഠിച്ചത്. ഞാൻ പഠിച്ചെങ്കിൽ നിങ്ങൾക്കും പഠിക്കാൻ പറ്റും. ആവറേജ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു പാടില്ല. പക്ഷേ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും പഠിക്കാൻ. പക്ഷെ ഒരു നോൺ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാൾക്കാണെങ്കിൽ കുറച്ച് ടഫ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ചേച്ചി, മെഡിക്കൽ സ്ക്രൈബ് ജോബിൽ കേരളത്തിലെ ഡോക്ടേഴ്സിനെ നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അതോ ഈ ജോബ് ഔട്ട് ഓഫ് ഇന്ത്യയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? ഞാനിപ്പോൾ ഡിഗ്രി 3rd ഇയർ ആണ്. ഞാൻ 2nd ഇയറിൽ വെച്ചാണ് മെഡിക്കൽ സ്ക്രൈബിംഗ് ജോബിനെ കുറിച്ച് കേൾക്കുന്നത്. അന്നൊക്കെ ഞാൻ അന്വേഷിച്ചിട്ട് പലർക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ജോബിനെ കുറിച്ചൊന്നും. ഈ ജോബ് എങ്ങനെയാ ചേച്ചി, മടുപ്പുള്ള പണിയാണോ, ഇതിന്റെ കോഴ്സ് എങ്ങനെയാ, പഠിക്കാൻ പാടാണോ, ഞാൻ ജസ്റ്റ് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മുടെ കേരളത്തിന്റെ ഒരു അവസ്ഥ, നമ്മളിപ്പോൾ ഒരു ക്ലിനിക്കിൽ പോയി അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ സാധാ ഒരു പേപ്പർ, ഒരു പ്രിസ്ക്രിപ്ഷനിലാണ് ഇതാക്കുന്നത്. ജസ്റ്റ് നമുക്കൊരു മെഡിസിൻ എഴുതരും. അടുത്ത തവണ പിന്നെ നമ്മൾ ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ ആ ചീട്ടൊക്കെ ഇങ്ങനെ എടുത്തു കൊണ്ടുപോയാൽ മാത്രമേ നമ്മൾ ആരാണെന്ന് ഡോക്ടറിന് പോലും മനസ്സിലാവുള്ളൂ. പക്ഷെ അമേരിക്കയിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പം ഒരു പേഷ്യന്റ് ജനിക്കുമ്പോൾ തൊട്ട് ഇപ്പം വരെയുള്ള ആ പേഷ്യന്റിന്റെ കാര്യങ്ങൾ മൊത്തം ആ ഒരു പേഷ്യന്റ് ID അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടും. അതാണ് അവിടെയൊക്കെയുള്ള ഒരു ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു, നാളെ വേറൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ പോയി. അപ്പോൾ ആ പേഷ്യന്റിന്റെ റെക്കോർഡ്, പ്രീവിയസ് റെക്കോർഡ്സ് എടുത്ത് നോക്കുമ്പോൾ ഇന്നലെ ഈ ഡോക്ടറിനെ കാണാൻ പോയിരുന്നു, അല്ലെങ്കിൽ ഇന്ന മാസത്തിനുള്ളിൽ ആ ഡോക്ടറിനെ കണ്ടിരുന്നു, അന്ന് ആ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊക്കെയായിരുന്നു ആ പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി എന്നൊക്കെയുള്ള ഫുൾ ഒരു സ്നാപ്ഷോട്ട് അതിനകത്ത് ഉണ്ടാവും. അതാണ് അമേരിക്കയിലൊക്കെ ഉള്ള ഒരു സംഭവം. അപ്പം ഇവിടുത്തെ ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനത്തെ ഒരു പണിയില്ല. ഇവിടെ മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന് പറഞ്ഞൊരു പണിയുടെ ആവശ്യമില്ല. ഡോക്ടർമാർക്ക് റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അത് ചെയ്യുന്നത് നേഴ്സുമാരാണ് ഇവിടെ ചെയ്യുന്നത്. നേഴ്സുമാർ പിന്നെ ചില വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ നഴ്സിംഗ് സ്റ്റേഷൻസിൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മെഡിക്കൽ ഡാറ്റ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ ഇരിക്കും. മെഡിക്കൽ ഡാറ്റ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരിക്കും. അത് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് പേഷ്യന്റിന്റെ ഒരു കഥ എഴുതാൻ വേണ്ടി മാത്രം. അപ്പോൾ കേരളത്തിലെ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അത് ഈ ജോബ് ഔട്ട് ഓഫ് ഇന്ത്യയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഔട്ട് ഓഫ് ഇന്ത്യയിലല്ല, ഔട്ട് ഓഫ് ഇന്ത്യയിലുള്ള ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഡിഗ്രി 3rd ഇയർ ആണെന്ന് പറയുന്നു. ഏത് ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നോൺ മെഡിക്കൽ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ സ്ക്രൈബിംഗ് കോഴ്സ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് പഠിക്കാൻ പാടാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പഠിക്കാൻ പാടാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാടൊന്നുമില്ല. പക്ഷേ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. നോൺ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ പഠിക്കാൻ പറ്റും. എഞ്ചിനീയേഴ്സ് വരെ ഉണ്ട് കേട്ടോ ഈ മേഖലയിലോട്ട് തിരിയുന്നവർ. അപ്പോൾ പാടാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പാടൊന്നുമില്ല. പക്ഷേ നോൺ മെഡിക്കൽ ആണെങ്കിൽ കുറച്ച് പാടായിരിക്കും, കാരണം നമുക്ക് യൂസ്ഡ് ആയിട്ടുള്ള കാര്യമല്ലല്ലോ. മെഡിക്കൽ ആണെങ്കിൽ ഈസി ആയിരിക്കും. ക്വസ്റ്റ്യൻ: ഹലോ മാം, ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ? ഐ ജസ്റ്റ് വാണ്ട് ദീസ് empty notes PDF. ക്യാൻ യു പ്ലീസ് സെൻഡ്? empty നോട്ട്സ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷന്റെ നോട്ടാണ് എൻ്റെ എല്ലാം. മെഡിക്കൽ സ്ക്രൈബിംഗ്, മെഡിക്കൽ ടെർമിനോളജി ആണ് empty കൊണ്ട് ഉദ്ദേശിച്ചെങ്കിൽ മെഡിക്കൽ ടെർമിനോളജി നോട്ട്സ് എൻ്റെ കയ്യിൽ ഉണ്ടാവും. എനിക്ക് മെയിൽ ചെയ്താൽ മതി. talk to Alida എന്ന് പറയുന്ന ഈ ഒരു മെയിൽ അഡ്രസ്സിലേക്ക് മെയിൽ ചെയ്താൽ ഞാൻ എൻ്റെ കയ്യിലുള്ള നോട്ട്സ് ഷെയർ ചെയ്യാം. നിങ്ങളുടെ എല്ലാവരും, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇട്ടിട്ടുള്ള 4 വീഡിയോസിൻ്റെയും കമൻസ് ഓൾമോസ്റ്റ് മൊത്തം ഞാൻ വായിച്ചു. എൻ്റെ ഇൻസ്റ്റാഗ്രാം DMs വായിച്ചു, അപ്പോൾ മെയിൽ വായിച്ചു. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ബേസിക്കലി ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ആണ് ചെയ്യാറ്. ബട്ട് മൈ ജോബ് ഇസ് എ പാർട്ട് ഓഫ് മൈ ലൈഫ് സ്റ്റൈൽ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു Q&A ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വളരെയധികം നന്ദി. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും ജോബ് കിട്ടട്ടെ. എല്ലാവരും ഒരു അടിപൊളി പൊസിഷനിൽ എത്തട്ടെ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും, കമൻറ്റ് ചെയ്യുന്നവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും മേ ഗോഡ് ബ്ലെസ് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യിപ്പിക്കുകയാണ്. സംസാരിച്ച് തൊണ്ട വേനെടുക്കുന്നുണ്ടോ. സോ ലെറ്റ് മീ കൺക്ലൂഡ് ദിസ് വീഡിയോ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും. ടേക്ക് കെയർ. ബൈ ബൈ.